ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഗിരിയെ അടിക്കാൻ വേണ്ടി ഗുണ്ടാ സംഘമൊക്കെ ആയിട്ട് സഞ്ജയ് വരികയാണല്ലേ. എന്നിട്ട് അടിച്ചങ്ങോട്ട് തിമിർത്തിട്ട് പോകുന്നുണ്ട്. എന്നിട്ട് സഞ്ജയിനെ പിടിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അത് കാണുമ്പോൾ നമ്മളുടെ പോലീസൊക്കെ വന്നല്ലോ. നമ്മുടെ മഞ്ജുവിന് നമ്മുടെ ഗിരിയെ അടിച്ചത് ഒട്ടും ഇഷ്ടമായിട്ടില്ല. എന്നിട്ട് സഞ്ജയിനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഇടുകയാണ് കേട്ടോ. ഇട്ടിട്ട് നമ്മുടെ ഗിരി ചാച്ചുവിൻ്റെ അടുത്തേക്ക് പോകും. ചാച്ചുവിൻ്റെ അടുത്തേക്ക് പോയിട്ട് ചാച്ചു ഗിരിയോട് പറയും, ഗിരി നീയൊന്ന് ക്ഷമിക്കണം, എനിക്കൊരു പരാതി ഇല്ലാന്ന് നീ ഒന്ന് പറയുമോ, സഞ്ജയിനെ ലോക്കപ്പിൽ നിന്ന് വിടാൻ വേണ്ടിയാണ് കൊണ്ട് പറയണത്. അവർ പറയണതൊക്കെ നമ്മുടെ ഒന്നാമത് ഗോപാൽജി പറഞ്ഞാൽ നമ്മുടെ ഗിരിക്ക് ജീവനാണല്ലോ. അപ്പോൾ ഗോപാൽജിൻ്റെ മകനാണെന്ന് പറയുമ്പോൾ എന്തിനും നേരത്തെ ഒരു കേസ് ഉണ്ടായപ്പോൾ അതിനും അവനല്ല പറഞ്ഞിട്ട് ഗിരിയെല്ലാം ഏറ്റെടുത്ത്. ചിലപ്പോൾ ഇതും അവനെ പോലീസ് സ്റ്റേഷനിൽ ഇറക്കാൻ വഴിയുണ്ട്. നമ്മുടെ ഗിരിയെ കുറച്ച് സോപ്പിട്ട് പറഞ്ഞാൽ ഒക്കെ നടക്കും കേട്ടോ. എന്നിട്ട് പിന്നെ കാണിക്കുന്ന സീൻ വന്നിട്ട് നമ്മുടെ ഗിരി റൂമിൽ കിടക്കുകയായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ മഞ്ജു വന്ന് നോക്കുമ്പോൾ ദേഹം ഫുള്ള് ഇങ്ങോട്ട് ചുവന്ന് തുടുത്തിരിക്കുകയാണ് കേട്ടോ. അതൊക്കെ കാണുമ്പോൾ നമ്മുടെ മഞ്ജുവിനെ സഹിക്കാനേ പറ്റണില്ല. എന്നിട്ട് മഞ്ജു ആ ഒരു ദേഷ്യത്തിൽ പോയിട്ട് നമ്മുടെ സഞ്ജയ്ക്ക് ഇട്ട് നന്നായി പെരുമാറുന്നുണ്ട് കേട്ടോ. സഞ്ജയ് പറയുന്നുണ്ട്, ഞാൻ ആരാണെന്ന് എനിക്കറിയില്ല, നീ എന്നോട് കളിക്കാൻ നിൽക്കണ്ട പറഞ്ഞിട്ട് പറയുന്നു കേട്ടോ. അതും നമ്മുടെ മഞ്ജു കേൾക്കണതേ ഇല്ല. മഞ്ജുവിൻ്റെ പവർ നന്നായി കാണിക്കുന്നുണ്ട്. ആ വടിയും കൊണ്ട് നന്നായി അവയ്ക്ക് ആവശ്യത്തിന് ഏറെ കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവനിക്ക് അയ്യോ എന്നെ തല്ലല്ലേ പറഞ്ഞിട്ട് അവൻ കാര്യമൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് പറയുമ്പോൾ ഒരു കിടക്കാച്ച എപ്പിസോഡ് തന്നെയാണ്. പിന്നെ കാണിക്കുന്ന സീനോട് നമ്മുടെ മഹിമിൻ്റെയും മുകുന്ദൻ്റെയാണ്. മുകുന്ദനാണെങ്കിൽ ഇപ്പോൾ ഇങ്ങോട്ട് മഹിമയോട് ക്രഷ് അടിച്ചിട്ട് എന്താ ചെയ്യുക, മാറിയിട്ടിരിക്കുകയാണ്. പിന്നെ ഒന്നും ചെയ്യാനും വഴിയില്ല, ഐ കോണ്ടാക്റ്റും പറ്റില്ല, ഒന്നും പറ്റില്ല. എന്താ ചെയ്യാനെന്ന് ആൾക്കേ ഒരു ഇതില്ല. അവളെ കാണുമ്പോൾ എന്തൊക്കെയോ മനസ്സിൽ അവളോട് നമ്മുടെ മഹിമ പറയുന്നുണ്ടല്ലോ, എനിക്ക് വക്കീൽ പറയുമ്പോൾ വേണ്ടപ്പെട്ട ഒരാളാണ്, ഇനി എനിക്ക് കാണാനുള്ളതാണ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മുകുന്ദൻ്റെ മനസ്സിൽ ലഡ്ഡു പൊട്ടണ പോലെയാണ് കേട്ടോ. മഹിമയ്ക്ക് എന്നോട് എന്തൊക്കെയോ ഉണ്ട്. അവർ തുറന്നു പറഞ്ഞു പറഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ ഈ ഒരു ആലോചന ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അവർ തുറന്നു പറയില്ല. അവർ ഇങ്ങനെ നീട്ടി പറയും. എന്തായാലും അത് എപ്പോഴാണെന്ന് അറിയില്ല. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് പറയുമ്പോൾ ഇതൊക്കെയാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.